അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മക്കളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുടെയും നമ്മുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ നിറവേറ്റി തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് നാം എല്ലാവരെയും അല്ലാഹു കാക്കട്ടെ. രോഗങ്ങൾ ഉള്ളവരുടെ രോഗം അല്ലാഹു എളുപ്പത്തിൽ ശിഫയാക്കി തരട്ടെ. കടങ്ങളെ തൊട്ടും സാമ്പത്തിക പ്രയാസങ്ങളെ തൊട്ടും അല്ലാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇന്ന് ഒരുപാട് ആളുകളും അനുഭവിക്കുന്ന ദാരിദ്ര്യം, കയ്യിൽ പണമില്ലാത്ത പ്രശ്നം, അതുകൊണ്ട് വലിയ കടക്കണിയിൽപ്പെട്ട് ജീവിതത്തിൽ എന്നും ടെൻഷനോടുകൂടിയും വലിയ വിഷമത്തോടുകൂടിയും സ്വന്തം ഭാര്യയോടും മക്കളോടും പോലും ഒന്ന് പുഞ്ചിരിക്കാനോ സ്നേഹത്തിൻ്റെ സംസാര വാക്കുകൾ പറയാനോ അവർ ആഗ്രഹിക്കുന്ന ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒന്നും തന്നെ കഴിയുന്നില്ല. അതിനൊന്നും എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. മാത്രമല്ല, ജീവിതത്തിൽ വരുന്ന സന്തോഷത്തിൻ്റെ ഓരോ നിമിഷങ്ങളും സമാധാനത്തിൻ്റെ ഓരോ നിമിഷങ്ങളും എനിക്കത് അനുഭവിക്കാനോ അതിൽ സന്തോഷം കണ്ടെത്താനോ സാധിക്കുന്നില്ല. എൻ്റെ മനസ്സതിന് സമ്മതിക്കുന്നില്ല. കാരണം ദാരിദ്ര്യം കൊണ്ട്, കയ്യിൽ പണമില്ലാത്തത് കൊണ്ട്, കടം അധികരിച്ചത് കൊണ്ട്, ആ കടം വീട്ടാൻ കഴിയാതെ വലിയ ടെൻഷനായിക്കൊണ്ട് ജീവിതത്തിലെ സന്തോഷം ഏതാണ്, സമാധാനമായതാണ് ഒന്നും അറിയാതെ ഒരു മരിച്ച് ജീവിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ജീവിതത്തിൽ ഒരു സന്തോഷമില്ല, റാഹത്തില്ല, ജീവിതത്തിൽ ബറക്കത്തില്ല. ഞാൻ ആകെ കുഴഞ്ഞു പോയിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന ജോലി കൊണ്ട് എൻ്റെ കടം എനിക്ക് വീട്ടാൻ സാധിക്കില്ല. എൻ്റെ കുടുംബത്തെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. എനിക്കൊരു നല്ല ജോലിയില്ല. ആകെ പ്രയാസത്തിലാണ്. എങ്ങനെയാണ് ഈ ദാരിദ്ര്യത്തിൽ നിന്നും ഒന്ന് കരകയറുക, എന്താണ് ഒരു പരിഹാരമാർഗം എന്നൊക്കെ ചോദിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെയും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. പ്രിയപ്പെട്ടവരെ, പലർക്കും ജീവിതത്തിൽ കടം വരുന്നത് അവരുടെ വിവാഹം കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും. വിവാഹം കഴിയുന്നത് വരെ അവരുടെ വീട്ടിൽ ചിലവ് നോക്കാൻ ചിലപ്പോൾ അവരുടെ ഉപ്പയുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ ജ്യേഷ്ഠന്മാരുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർക്ക് കടങ്ങൾ വരില്ല. അവർക്ക് അവരുടെ പഠനവും അവരുടെ കളിയും അവരുടെ മറ്റ് സന്തോഷങ്ങളുമൊക്കെ ആയിട്ട് ആ പ്രായം അത് ഒരു സന്തോഷത്തിൻ്റെ ഒരു സമയമാണ്, സന്തോഷത്തിൻ്റെ ഒരു കാലമാണ്. കാരണം ആ സമയത്ത്, ആ പ്രായത്തിൽ പല പുരുഷന്മാർക്കും പ്രാരാബ്ധം ഉണ്ടാകില്ല. എന്നാൽ പ്രാരാബ്ധം ഉള്ളവരുമുണ്ട്. അതായത് ഉപ്പ മരിച്ചിട്ടുണ്ടാകും, വീട്ടിൽ ആരും ഉണ്ടാകില്ല ചിലവ് നോക്കാൻ, അല്ലെങ്കിൽ ഉപ്പാക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും, എന്തെങ്കിലും രോഗങ്ങളുണ്ടാകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടാകും. ആ സമയത്ത് അവരുടെ ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് കുടുംബം നോക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ അവരുടെ ആ ചെറുപ്പകാലത്തുള്ള ആ സന്തോഷവും ആ സമാധാനവും അവർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ പിന്നീട് അവർക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റില്ല. അവർക്കൊരു കുടുംബം നോക്കേണ്ട അവസ്ഥ വരും. എന്നാൽ കൂടുതൽ ആളുകൾക്കും വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് പ്രാരാബ്ധങ്ങൾ വരുന്നത്. അതായത് വിവാഹം കഴിഞ്ഞു, മക്കളായി. വിവാഹം കഴിഞ്ഞത് തന്നെ പലരും ചിലപ്പോൾ കടം വാങ്ങിയിട്ടായിരിക്കും ചിലവെല്ലാം നടത്തിയത്. അപ്പോൾ ആ കടം വീട്ടണം. 2 വർഷമാകുമ്പോഴേക്കും മക്കളാകും, ഭാര്യയുടെ പ്രസവത്തിന് ശേഷമുള്ള ചിലവ്, പിന്നീട് സ്വന്തമായിട്ട് വീടെടുക്കണം. ഇനി സ്വന്തമായിട്ട് തറവാട് സ്വത്ത് ഭൂമിയൊന്നും ഇല്ലെങ്കിൽ ഭൂമി വാങ്ങിക്കൊണ്ട് വീടെടുക്കണം. അപ്പോഴൊക്കെ വലിയ ചിലവാണ്, നല്ല പണം ചിലവാകും. അപ്പോൾ ഈ ചെറിയ ശമ്പളത്തിലൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നവരൊക്കെ ഇത്തരത്തിലുള്ള ചിലവ് വരുമ്പോൾ
വലിയ പ്രയാസമായിരിക്കും അവർക്ക്. ആ സമയത്ത് അവർക്ക് കടം വാങ്ങല്ലാതെ മറ്റ് നിർവാഹമുണ്ടാകില്ല. ചുരുക്കി പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു മനുഷ്യന് സാമ്പത്തികമായിട്ട് വലിയ ചിലവുകൾ വരുന്നത്. അതുപോലെ പലരും കടക്കാരാകുന്നത് മക്കളുടെ വിവാഹപ്രായം എത്തുമ്പോൾ അവരെ വിവാഹം കഴിച്ചയക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങേണ്ട അവസ്ഥ വരും. അതിൽ സാമ്പത്തികമായിട്ട് ഇടനിലക്കാരായിട്ടുള്ള ആളുകളുണ്ടാകും. അവരാണ് അതിൽ കുടുങ്ങുക. അവരാരും സഹായിക്കാനുണ്ടാകില്ല. അവരെ അറിയുന്നവർക്കും കാണുന്നവർക്കും പരിചയമുള്ളവർക്കും നാട്ടുകാർക്കുമൊക്കെ അവൻ്റെ അടുത്ത് പണമുണ്ട് എന്നായിരിക്കും അവർ കരുതുക. അതുകൊണ്ട് തന്നെ ആരും തന്നെ അവരെ സഹായിക്കുകയില്ല. അതുകൊണ്ട് അവർക്ക് കടം വാങ്ങിയല്ലാതെ മറ്റൊരു നിർവാഹവും ഉണ്ടാകില്ല. എന്നാൽ പാവപ്പെട്ട ആളുകളുണ്ടല്ലോ, അവരെ സഹായിക്കാൻ ഒരുപാട് ആളുകളുണ്ടാകും. അവരുടെ കുടുംബക്കാരുണ്ടാകും, നാട്ടുകാരുണ്ടാകും, മഹല്ല് കമ്മിറ്റി ഉണ്ടാകും. അങ്ങനെ പലരും അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്തോളും. അതുകൊണ്ട് അവരുടെ മകളുടെ വിവാഹമൊക്കെ വന്നു കഴിഞ്ഞാൽ കടമില്ലാതെ നല്ല ഭംഗിയായി അത് കഴിഞ്ഞു പോകും. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നാമൊക്കെ കാണുന്ന ഒരു കാര്യവുമാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് കടങ്ങൾ വരാം. അങ്ങനെ കടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലിയില്ല, ഒരു ബിസിനസ് ഇല്ല, സാമ്പത്തിക വരുമാനം കുറവാണ്. എന്നാലോ നമുക്ക് കടം ലക്ഷക്കണക്കിന് രൂപയുണ്ട്, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുണ്ട്. അത് വീട്ടണമല്ലോ. അത് വീട്ടാതെ മരണപ്പെട്ടു പോയാലുള്ള ശിക്ഷ നമുക്കെല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ നമുക്ക് കടം വന്നു, ആ കടം വീട്ടാനുള്ള ഒരു വഴിയുമില്ല. എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ പരിഭ്രാന്തരായി വലിയ ടെൻഷനടിച്ച് ഉള്ള സമാധാനമെല്ലാം നഷ്ടപ്പെട്ട് കുറച്ച് സമാധാനത്തിന് വേണ്ടിയിട്ട് ചില ആളുകൾ അതിനുശേഷം ലഹരികൾ ഉപയോഗിച്ച് തുടങ്ങി. ജീവിതം ആകെ താളം തെറ്റി ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് വലിയ വിഷമത്തോടു കൂടി. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ ടെൻഷനടിച്ച് നമ്മൾ പ്രയാസപ്പെട്ട് ലഹരിക്ക് അടിമയായി നമ്മൾ നടന്നതുകൊണ്ട് ജീവിച്ചതുകൊണ്ട് നമ്മുടെ കടം വീടുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് വീണ്ടും കടം അധികരിക്കുകയായിരിക്കും ഉണ്ടാകുക. മാത്രമല്ല, ലഹരിക്കൊക്കെ അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവരുടെ കുടുംബത്തിലുള്ള സമാധാനം പോലും നഷ്ടപ്പെടും. അതായത് പിന്നീട് വീട്ടിലൊക്കെ ഭാര്യയും മക്കളുമായിട്ടൊക്കെ എന്നും അടിയും വഴക്കും പ്രശ്നങ്ങളൊക്കെ അതോടുകൂടി ഉയർന്നു വരും. അതോടുകൂടി അവൻ്റെ ജീവിതം ആകെ കോഞ്ഞാട്ടാകും. ഉള്ള മനസ്സമാധാനം എല്ലാം നഷ്ടമാകും. അപ്പോൾ കടം എന്നുള്ളത് നമ്മൾ ഒരിക്കലും നിസ്സാരമായി കളയേണ്ട കാര്യമല്ല. ഒരു മനുഷ്യനെ കുഫ്രിലേക്ക് വരെ എത്തിക്കാൻ കാരണമാക്കുന്ന ഒന്നാണ് ഈ കടം എന്നുള്ളത്. എന്നാൽ നമുക്ക് കടം വന്നു കഴിഞ്ഞാൽ, കടം എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നു കഴിഞ്ഞാൽ നമ്മൾ അതോർത്ത് ടെൻഷനടിച്ച് പ്രയാസപ്പെട്ട് ലഹരിക്കടിമയായി നടക്കുകയല്ല വേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള പരിഹാരമാർഗം തേടിപ്പോകുക, പരിഹാരമാർഗം ചെയ്യുക. കടം എന്നല്ല, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും അതിനുള്ള പരിഹാരം നമ്മൾ തേടണം. എന്നാൽ മാത്രമേ അതിന് പരിഹാരമാവുകയുള്ളൂ. അതായത് കടം വീടണമെങ്കിൽ നമ്മൾ വരുമാനമാർഗം തേടി പോകണം, ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് വീടുകയുള്ളൂ. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സ്വന്തം അധ്വാനം കൊണ്ട്, സ്വന്തം ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ അഭിമാനമുള്ള മറ്റൊരു കാര്യമില്ല എന്ന് മുത്തുനബിയാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ജോലിക്ക് പോകുക, വരുമാനമാർഗം തേടി പോകുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും കടങ്ങൾ വീട്ടി തരട്ടെ. കടങ്ങൾ കൊണ്ടുള്ള പരീക്ഷണം നൽകാതിരിക്കട്ടെ. സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാന്മാർ പറയുന്നു, എത്ര തന്നെ കുന്നോളം കടമുണ്ടെങ്കിലും, എത്ര കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് ഒരു ദിക്ർ, ആ ദിക്ർ നിങ്ങൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, സുബ്ഹിക്ക് ശേഷം വെറും 100 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ആ കടങ്ങൾ വീട്ടാനുള്ള സമ്പത്ത്, വരുമാനം അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. മാത്രമല്ല, ഈ ദിക്ർ നിങ്ങൾ എല്ലാ ദിവസവും 100 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാകില്ല. സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം വർദ്ധിക്കും. സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അതോടുകൂടി മാറിക്കിട്ടും. മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, എത്ര വലിയ കടങ്ങൾ ഉള്ള ആളുകളും ആ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് സുബ്ഹിക്ക് ശേഷം 3 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ,
ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ. ഈ ഒരു ദിക്റ് ആരെങ്കിലും ഒരാൾ സുബ്ഹിക്ക് ശേഷം നിത്യമായി 100 പ്രാവശ്യം പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും ഭീമമായ തുക കടങ്ങളുണ്ടെങ്കിലും അത് ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും വീടി കിട്ടുന്നതാണ്. ഇത് നിങ്ങൾ നിത്യമായി ചൊല്ലണം. എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തിക പ്രയാസമുണ്ടാകില്ല, ദാരിദ്ര്യമുണ്ടാകില്ല, സാമ്പത്തിക ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യും. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് നിയ്യത്ത് വെക്കേണ്ടത് കടം വീട്ടാൻ മാത്രമല്ല, എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാനും എല്ലാ അടഞ്ഞ വാതിലുകളും തുറക്കപ്പെടാനും ജീവിതത്തിൽ എല്ലാ മേഖലകളിലും വലിയ വിജയമുണ്ടാകാനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാനും ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാനും ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതി നിയ്യത്താക്കിക്കൊണ്ട് ഈ ദിക്ർ നിങ്ങൾ 100 പ്രാവശ്യം നിത്യമാക്കി കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും, കടങ്ങൾ വീടിക്കിട്ടും, സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യമുണ്ടാകും, സമ്പത്തിൽ ബറക്കത്തുണ്ടാകും, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഇതോടൊപ്പം നിങ്ങൾ എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ മറക്കാതെ ഒരു പ്രാവശ്യമെങ്കിലും ഓതുക. അത് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യം കൊണ്ടുവരുന്ന, സാമ്പത്തിക ഐശ്വര്യം വർദ്ധിപ്പിക്കുന്ന, സമ്പത്തിൽ ബറക്കത്തുണ്ടാക്കുന്ന വലിയ പവർഫുള്ളായ, വലിയ ശ്രേഷ്ഠതയുള്ള, മഹത്വമേറിയ ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിഅ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറക്കാതെ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ഈ ദിക്ർ നിങ്ങൾ മുടങ്ങാതെ ചൊല്ലുക. അതുപോലെ സൂറത്തുൽ വാഖിഅ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പാരായണം ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പ്രയാസമുണ്ടാകില്ല, ഐശ്വര്യം വർദ്ധിക്കും, നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മരണം വരെ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നൽകില്ല. അതുകൊണ്ട് ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.